നാം ആഗ്രഹിച്ചതുകൊണ്ടോ നമുക്കതിന് അർഹതയുള്ളതുകൊണ്ടോ നമുക്കതിന് അവകാശമുള്ളതുകൊണ്ടോ നമുക്കത് കിട്ടുമെന്ന് നാം കരുതിയത് കൊണ്ടോ ഒന്നുമല്ല ഈ ഒരു ദിവസത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അത് ദൈവം വിളിച്ചതാണ്, ദൈവം അനുവദിച്ചതുകൊണ്ടാണ് ഒരു ദിവസം കൂടെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുമ്പോൾ മാത്രമേ, അതാണ് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു ദാനമെന്നും അതൊരു വലിയൊരു അവസരമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാവുകയുള്ളൂ. എന്തിനു വേണ്ടി ഈ ദാനം എനിക്ക് തന്നിരിക്കുന്നു? ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഓരോ ദിവസവും നമുക്കൊരു ഗിഫ്റ്റാണ് ജീവിതത്തിലേക്ക്. ഗിഫ്റ്റ് എന്നുള്ളത് ഒരിക്കലും അവകാശമല്ല, അർഹതയല്ല, നമ്മുടെ പ്രതീക്ഷ ഒന്നുമല്ല. അത് ദാതാവിൻ്റെ കരുണ, ദാതാവിൻ്റെ മനസ്സ്, ദാതാവിൻ്റെ ആ ഒരു ദയ, അത് മാത്രമാണ്, നിശ്ചയം മാത്രമാണ്. അപ്പം ദാതാവ്, ജീവൻ്റെ ദാതാവായ ദൈവത്തിൻ്റെ, ജീവിതത്തിനെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യുന്ന, പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ദിവസം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ രാവിലെ തന്നെ പത്രം എടുത്ത് പലരും വായിച്ചു നോക്കാറുള്ളൂ, അല്ല ചരമക്കോളങ്ങൾ ആദ്യം വായിക്കും. പലരും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം നമുക്കറിയാവുന്ന എത്രയോ പേര് അവിടെ ഇടം പിടിച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പെട്ടെന്നറിയും, ആദ്യ കാലഘട്ടത്തിൽ ഇപ്പോൾ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്നറിയും. പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കൾ പലരൊക്കെ വേർപെട്ടു എന്ന് അറിയുന്നത് പോലും ഈ പത്രത്തിൽ പടം കാണുമ്പോഴാണ്. ഒരു ദിവസം നമ്മളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള തിരിച്ചറിവും വളരെ നല്ലതാണ്. എന്തുകൊണ്ട് അങ്ങനെ ജീവിതത്തിലേക്ക് ദാനമായിട്ട് ഒരു ദിവസത്തെ ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ദാനത്തിനും നമ്മൾ ഒരു നന്ദി പറയുന്നവരായിരിക്കണം. നമ്മൾ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. അത് ഒരു നന്ദിയുടെ മനോഭാവം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നൽകുന്നവന് അവകാശപ്പെട്ടതാണ് എന്ന് മറക്കാതിരിക്കുക. സ്വീകരിക്കുന്നവൻ്റെ ഉത്തരവാദിത്തത്തെ, സ്വീകരിക്കുന്നവൻ്റെ കടമയേക്കായി കൂടുതലായിട്ട് നൽകുന്നവൻ്റെ അവകാശത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ എന്തുകൊണ്ട് നാം നന്ദിയുള്ളവരായിരിക്കണം എന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ദാനമായി തന്ന ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ ആ ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ ഇപ്രകാരം ആ ഒരു നന്ദി പ്രകടിപ്പിക്കാനും നമുക്ക് കഴിയണം. ആറ്റിറ്റ്യൂഡ് മാത്രം പോരാ. ആറ്റിറ്റ്യൂഡ് വിത്തൗട്ട് എക്സ്പ്രഷൻ ഒരു കാര്യമില്ല. അതിൽ തന്നെ ഒരു ശൂന്യതയാണ്, അതിൽ തന്നെ ഇൻഇഫക്റ്റീവാണ്. ഒരു സമ്മാനം കൊണ്ടുപോയിട്ട് കൊടുക്കാതെ പോരുന്ന പോലെയാണ്. ഒരാൾക്കൊരു കൊടുക്കാനായിട്ട് സമ്മാനം കൊണ്ടുപോയി, പക്ഷേ അത് കൊടുത്തില്ല. അപ്പോൾ കരുതിയിട്ട് കയ്യിലുണ്ടായിരുന്നിട്ട് കാര്യമില്ല, അത് കൊടുക്കണ്ടേ. അപ്പോൾ ദൈവത്തോട് നന്ദി പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വേറെ ഒന്നിനുമല്ല, ഒരു ദിവസം കൂടി എൻ്റെ ആയുസ്സിലേക്ക് കൂട്ടിച്ചേർത്തു, എനിക്ക് ജീവിക്കാനായിട്ട് ഒരു ദിവസം കൂടെ തന്നു. വേറെ ഒന്നുമില്ല, ആസ് സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. പക്ഷെ ഈ തന്നവനൊരു ഉദ്ദേശമുണ്ട്. എന്തിനാണ് ഈ ഒരു ദിവസം കൂടെ തന്നത് എന്നുള്ളത്? അത് an ഓപ്പർച്യൂണിറ്റിയാണ്, ഒരവസരമാണ്. എന്തിനാണ് അവസരം? നിനക്ക് ഇന്നലെ ജീവിക്കാൻ കഴിയാതെ പോയത് എന്താണ് എന്ന് തിരിച്ചറിയുന്നുവോ, അത് നീ ഇന്ന് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ജീവിക്കാൻ കഴിയാതെ പോയത്? നിനക്ക് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ലഭിക്കണം എന്ന് നീ ആഗ്രഹിച്ചതല്ല, നിനക്ക് കൊടുക്കണം എന്ന് നിനക്ക് അറിവുണ്ടായിരുന്നിട്ടും അത് കൊടുക്കാൻ പറ്റാതെ പോയത്. അത് കൊടുക്കുവാനാണ് ഒരു ദിവസം നിനക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. വാട്ട് ഡു ഐ ഗെറ്റ് എന്നുള്ളതിനേക്കാളും വാട്ട് ക്യാൻ ഐ ഗിവ് ടുഡേ. അപ്പോൾ വാട്ട് കുഡ് ഐ ഹാവ് ഗിവൺ യെസ്റ്റർഡേ എന്നുള്ളതിനെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴും ഇന്ന് വാട്ട് ക്യാൻ ഐ ഗിവ് ടുഡേ എന്നുള്ളത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ ദുരിതപൂർണമാക്കുന്നത് നമുക്ക് നേടണം, ആസ്വദിക്കണം, ഇതേ ഉള്ളൂ അതിനകത്ത്. അതിൻ്റെ അപ്പുറത്തേക്കില്ല. നൽകുക, ധന്യരാവുക എന്നുള്ള തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിഞ്ഞാൽ ജീവിതം വളരെ ധന്യമായിരിക്കും, സുഖമായിരിക്കും. ഇതാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് മാറുന്നത്. വാട്ട് ക്യാൻ ഐ ഗീവ് ടുഡേ? എനിക്ക് ദൈവത്തിന് അർപ്പിക്കാനുള്ള പൂജകളും
പ്രസാദങ്ങളും പ്രാർത്ഥനകളും മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതം കൊണ്ട് ഇന്ന് നമുക്ക് എത്ര പേരെ സ്പർശിക്കാൻ കഴിയും, നമ്മുടെ ജീവിതം കൊണ്ട് എത്ര പേരെ നമുക്ക് നന്മയിലേക്ക് നയിക്കാൻ കഴിയും, നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നമുക്ക് എത്ര പേരെ നന്മയിലേക്കും, എത്ര പേരെ സൗഖ്യത്തിലേക്കും, എത്ര പേരെ എന്താ പറയുക, നന്മയുടെ പാതയിലേക്കും കൊണ്ടുവരാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ സ്പർശിക്കാൻ കഴിയും. അതാണ് നൽകുക എന്ന് പറയുന്നത്. അതിന് നമ്മെ ഓരോരുത്തരെയും തയ്യാറാക്കുന്ന ഒരു തുടക്കമാണ് ഈ യഥാർത്ഥത്തിൽ ഇത്തരം ചിന്തകളെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മെ ധന്യരാക്കുന്നത് എന്ത് ലഭിക്കുന്നു എന്നുള്ളതല്ല, ഇത് നൽകുന്നു എന്നുള്ളതാണ് തിരിച്ചറിവോടുകൂടി ജീവിതത്തെ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.